മുഹമ്മദ് സൈഫിലാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും. ലോകകപ്പിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ യൂറോപ്പിലെ രണ്ട് വൻ ശക്തികൾ ഇന്ന് നേർക്കുനേർ. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനും കരുത്തരായ ബെൽജിയവും തമ്മിലുള്ള പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി 12:30 ഒരു വശത്ത് ടൂർണമെന്റിലെ അജയ്യരായ ലാ റോജ സ്പെയിൻ, മറുപുറത്ത് കരുത്തരായ റെഡ് ഡെവിൾസ് ബെൽജിയം. ലോസ് ആഞ്ചലസിലെ സോഫി സ്റ്റേഡിയത്തിൽ ഇന്ന് തീപാറുമെന്നുറപ്പാണ്. ഈ ലോകകപ്പിലുടനീളം തകർപ്പൻ ഫോമിലാണ് ഇരു ടീമുകളും. പ്രീ ക്വാർട്ടറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്താണ് സ്പെയിൻ വരുന്നത്. കളിച്ച മത്സരങ്ങളിലെല്ലാം ആധിപത്യം പുലർത്താൻ സ്പാനിഷ് പടക്കായി. എന്നാൽ ബെൽജിയമാകട്ടെ പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ USA 1-4 ഗോളുകൾക്ക് തനിപ്പടമാക്കിയാണ് വരുന്നത്. ചരിത്രം പരിശോധിച്ചാൽ ഇരു ടീമുകളും ഇതുവരെ 16 തവണയാണ് അന്താരാഷ്ട്ര വേദികളിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ മേധാവിത്വം സ്പെയിനിനാണ്. 8 മത്സരങ്ങളിൽ സ്പെയിൻ ജയിച്ചപ്പോൾ 5 എണ്ണത്തിൽ മാത്രമാണ് ബെൽജിയത്തിന് വിജയിക്കാനായത്. 3 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ലോകകപ്പ് വേദികളിൽ ഒടുവിൽ ഇവർ മാറ്റുരച്ചപ്പോൾ വിജയം ബെൽജിയത്തിനൊപ്പമായിരുന്നു. അതുകൊണ്ട് പഴയ കണക്കുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല. സ്പെയിനിന്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ ഡിഫൻസ് തന്നെയാണ്. ഈ ടൂർണമെന്റിൽ ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങാത്ത ഒരേ ഒരു ടീമാണ് സ്പെയിൻ. ഗോൾ വലയ്ക്ക് മുന്നിൽ ഉനൈ സൈമോൺ അടിയുറച്ചു നിൽക്കുന്നു. ഒപ്പം മധ്യനിരയിൽ കളി നിയന്ത്രിക്കാൻ റോഡ്രിയും പെഡ്രിയും, വിങ്ങുകളിൽ കൊടുങ്കാറ്റായി ലമീൻ യമാലുമുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ഫിനിഷിംഗിൽ വരുത്തുന്ന പിഴവുകൾ സ്പെയിനിന് തലവേദനയായേക്കാം. ബെൽജിയത്തിന്റെ ശക്തി അവരുടെ ആക്രമണ നിര തന്നെയാണ്. ലോകത്തിലെ മികച്ച പ്ലേമേക്കർമാരിൽ ഒരാളായ കെവിൻ ഡി ബ്രൂയിന്റെ പാസുകളും റൊമേലു ലുക്കാക്കുവിന്റെ ഫിനിഷിംഗും ഏത് പ്രതിരോധത്തിന്റെയും തകർക്കാൻ പോകുന്നതാണ്. എന്നാൽ അവരുടെ പ്രധാന മിഡ്ഫീൽഡർ ഒനാന പരിക്കേറ്റ് പുറത്തായത് ബെൽജിയത്തിന് വലിയ തിരിച്ചടിയാണ്. സ്പെയിനിന്റെ അതിവേഗ അറ്റാക്കിങ്ങിനെ പ്രതിരോധിക്കാൻ ബെൽജിയം ഡിഫൻസിന് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. വേൾഡ് കപ്പ് ഡെസ്ക്, മീഡിയ 1.